Good morning, viewers. Welcome to my channel. ഇന്ന് 28th നവംബർ ഇന്നിപ്പോൾ നിഫ്റ്റിന്റെ എക്സ്പയറി ദിവസമാണെന്ന് അറിയാലോ. ഇപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് ഒന്ന് പറയാന്ന് വെച്ചാൽ പൊതുവേ മാർക്കറ്റിൽ നിന്ന് വളരെ വീക്കായിട്ട് കാണുന്നത് ആകെ സ്റ്റേറ്റ് ബാങ്ക് അല്ലാണ്ട് മറ്റുള്ള എല്ലാ സ്റ്റോക്സും റെഡിലാണ് കാണുന്നത്. കാരണം ഇത് 2 ദിവസം ഒരു മഹാരാഷ്ട്ര ഇലക്ഷനും പിന്നെ എക്സ്പയറി ആയതുകൊണ്ട് മാർക്കറ്റ് 2 ദിവസം കൊണ്ട് തന്നെ സെൻസെക്സ് ഒരു 2000 പോയിന്റ് എങ്കിലും ഹൈയിലേക്ക് പോയിരുന്നു. ഇപ്പൊ നിഫ്റ്റിന്റെ ട്രേഡ് ചെയ്യുന്ന പറഞ്ഞാൽ 24,062 നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്കറിയാലോ നിഫ്റ്റിന്റെ ഇന്നത്തെ മൂവ്മെന്റ് വെച്ച് പറയാന്ന് വെച്ചാൽ ഐ എം നോട്ട് ബുള്ളിഷ് ടുഡേസ് നിഫ്റ്റി മൂവ്മെന്റ് പറയാന്ന് വെച്ചാൽ സോ നിഫ്റ്റി ഓൾമോസ്റ്റ് ഞാൻ കാണുന്നത് മാക്സിമം കാണുന്നത് 24,500 വരെ ഒരു മാക്സിമം പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് പോകും തോന്നുന്നില്ല. ബിലോ വരുന്നത് നിഫ്റ്റിന്റെ 22, 23, 265 അങ്ങനെ പോയിട്ടുണ്ട്. സോ എനിവേ ഞാൻ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടും മുന്നിൽ എനിക്ക് ഈ അഡാനി സ്റ്റോക്സിനെ കുറിച്ച് പറയാനുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഈ അഡാനിന്റെ സ്റ്റോക്സ് ഇപ്പം 2 ദിവസമായിട്ട് കുറച്ച് റിക്കവറി ചെയ്യുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ബേസിക്കലി ഇവരെ വലിയ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് അബുദാബി അതോറിറ്റി അങ്ങനെയുള്ള 2-3 വലിയ ആൾക്കാരെ ഈ സ്റ്റോക്കിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ ഞാൻ കണ്ടത്. അപ്പോൾ അതൊരു വലിയൊരു എൻകറേജ്മെൻ്റ് ആ സ്റ്റോക്കിനുണ്ടത്. പിന്നെ ഇവർ പറയുന്നത് ഞങ്ങളെ കമ്പനികളിൽ ഇത്രയധികം കമ്പനികളിൽ ആ ഒരു കമ്പനിക്ക് മാത്രമേ ഈ പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ള കമ്പനിക്കൊന്നും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അഡാനി പോർട്ട്, അഡാനി എൻ്റർപ്രൈസ് ഒക്കെ നോക്കുകയെന്ന് വെച്ചാൽ തന്നെ. പക്ഷേ പിന്നെ ഈ ഇന്ത്യയിലെന്ന് വെച്ചാൽ ഈ ഇന്ത്യ ടോട്ടലി എന്താ പറയുക, ഇന്ത്യൻ്റെ ഒരു 80% പവർ ജനറേഷൻ കോളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് ഇന്ത്യനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടിങ് നേഷനാണ് ഇന്ത്യ. ഈ കോൾ ബേൺ ചെയ്തിട്ട് പവർ ഉണ്ടാക്കാം. അപ്പോൾ ഈ അഡാനിനെ പോലത്തെ ക്ലീൻ എനർജി കമ്പനി ഇന്ത്യയിലെ ഒരു വലിയ ലാർജസ്റ്റ് കമ്പനിയാണ്. അപ്പോൾ അവർ ഈ ക്ലീൻ എനർജി ഉണ്ടാക്കിയിട്ട് സ്റ്റേറ്റിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദേ വാണ്ട് ടു സെൽ അറ്റ് എ ഹൈ പ്രൈസ്. ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ഈ ക്ലീൻ എനർജി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് കൂടും. ആ ഹൈ കോസ്റ്റ് ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ് വിൽക്കും. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അതേ ടാരിഫ് തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ അതിനെ ഇപ്പോൾ ഉള്ള കോൺട്രവേഴ്സി എന്ന് വെച്ചാൽ അവർക്ക് ഹൈ പ്രൈസ് കിട്ടേണ്ടിയിട്ട് ഇവർ മറ്റുള്ള കുറച്ച് സ്റ്റേറ്റുകളെ ഓഫീഷ്യൽസിനെ ബ്രൈബ് ചെയ്തിട്ട് പിന്നെ ഈ ഇലക്ട്രിസിറ്റി വാങ്ങാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്സ് ഇവരടിക്കുന്ന ഇലക്ട്രിസിറ്റി വാങ്ങാൻ തയ്യാറല്ല. കാരണം ഇവർ പറയുന്നത് ഞങ്ങൾ അവർ വെക്കുന്ന പ്രൈസിന് ഇവർ വാങ്ങിക്കാൻ റെഡിയില്ല. സോ അത് അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ വെൻ ദേ വാണ്ട് ടു സെലക്ട് ഹൈ പ്രൈസ്, ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കേരള ഇലക്ട്രിസിറ്റി ബോർഡിനെ പോലത്തെ ഓരോ ബോർഡാണല്ലോ പ്രൈസ് ഫിക്സ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നാച്ചുറലി ജനങ്ങൾ കൂടുതൽ ഇലക്ട്രിസിറ്റിക്ക് പൈസ കൊടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കണം, നമുക്ക് ഈ ഫോസിൽ ഫ്യൂല് കത്തിച്ചിട്ട് എത്ര കാലം ഇവിടെ ഈ പൊല്യൂട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റി ജനങ്ങൾക്ക്? ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഈ ഫോസിൽ ഫ്യൂൽ റിലയബിൾ ആണോ? പിന്നെ ഈ ഫോസിൽ ഫ്യൂൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, അത് കത്തിക്കുന്ന സമയത്ത് വളരെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ചെയ്യുന്നൊരു പ്രക്രിയയാണത്. എന്തുകൊണ്ടാണ് ഈ ഫോസിൽ ഫ്യൂൽ കത്തിക്കുമ്പോൾ ഇത്രയധികം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അതിൽ ഞാൻ അറിയാത്ത കൂട്ടർക്ക് വേണ്ടി പറയുകയാണ്, ഈ ബേണിങ് ഫോസിൽ ഫ്യൂൽ ചെയ്യുന്ന സമയത്ത് അത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസിനെ വളരെ അധികമാക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കമ്പഷൻ നമ്മൾ കത്തിക്കുന്ന വെച്ചാൽ ഒരു ഫോട്ടോസിന്തസിന്റെ റിവേഴ്സസ് കമ്പഷൻ ഈസ് റിവേഴ്സ് ഫോട്ടോസിന്തസിസ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ നിന്ന് പഠിച്ചാൽ നമ്മൾ ഈ പ്ലാന്റുകൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്ന വായുന്ന്, പിന്നെ അത് അബ്സോർബ് ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്തിട്ട് സൺലൈറ്റിന്ന് ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്തിട്ട് ഇത് സ്പ്ലിറ്റ് ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു കാർബൺ ആൻഡ് ഓക്സിജൻ ആക്കിയിട്ട് 2 സ്പ്ലിറ്റ് ചെയ്യുന്നു. പ്ലാന്റ് കീപ്പ് കാർബൺ ഡൈ ഓക്സൈഡ്, പ്ലാന്റ് കീപ്പ് ചെയ്യുന്നു. ആൻഡ് ഓക്സിജൻ ആസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് പ്ലാന്റ് എമിറ്റ് ചെയ്യുന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഈ വുഡിൽ പ്രത്യേകിച്ചുള്ളത് ഈ ബ്ലോക്ക് ഓഫ് കാർബൺ ഈ സ്റ്റോർഡ് ആസ് എ കെമിക്കൽ എനർജി ആയിട്ട് എല്ലാ തടിയിലും നമ്മൾ കത്തിക്കുന്ന മരങ്ങളിലൊക്കെ കാർബണാണ്. ഓക്സിജൻ അത് എമിറ്റ് ചെയ്യുക. നമ്മളൊക്കെ പോലത്തെ ഈ ഓക്സിജൻ വായുവിൽ നമുക്ക് ഈ ടെമ്പറേച്ചർ കുറഞ്ഞു കൊടുക്കുക. അതാണ് ഈ മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ മരങ്ങൾ കൂടുതൽ നടുമ്പോൾ ഈ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് വരുന്നത്. സോ വുഡ് എസെൻഷ്യലി ഈസ് എ ബ്ലോക്ക് ഓഫ് കാർബൺ ആൻഡ് സ്റ്റോർഡ് കെമിക്കൽ എനർജി. So what happened, when you burn a log, you are doing is reversing the photosynthesis.
സോ അങ്ങനെ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടുന്ന സമയത്ത് ടെമ്പറേച്ചർ ഓൾസോ ഫോളോ ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ഇതെന്ന് വെച്ചാൽ ആക്ച്വലി എല്ലാ ഗവൺമെൻറ്റും വി ഹാവ് ടു റേസ്, ദർ ഈസ് എൻ അർജൻസി ഫോർ റേസിങ് അഗെയിൻസ്റ്റ് ടൈം. കാരണം ഇത് ഈ ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചാൽ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. സോ അഡാനി പോലത്തെ കമ്പനികൾ പറയാന്ന് വെച്ചാൽ പിന്നെ ഇതുപോലുള്ള കമ്പനികൾ ഇന്ത്യയിൽ കൂടുതൽ വരണം, ഇങ്ങനെയുള്ള ക്ലീൻ എനർജി നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. പക്ഷേ ഇതിൽ വന്നൊരു പ്രശ്നം ഇതാണ്. സോ എനിവേ അത് ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം ഒരു വൺ സൈഡ് ഇറ്റ് ഈസ് ഗുഡ് ഓൾസോ, ബട്ട് അറ്റ് ദ സെയിം ടൈം ക്ലീൻ എനർജി ഈസ് എക്സ്പെൻസീവ് കമ്പയർ ടു ദ ക്ലീൻ എനർജി ഈസ് എക്സ്പെൻസീവ് ആയിട്ട് ഇന്നത്തെ കാണുന്നത്. പക്ഷെ അഡാനി ഗ്രൂപ്പ്സിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നിഫ്റ്റി സ്റ്റോക്സിനെ കുറിച്ച് അഡാനി എന്റർപ്രൈസിന്റെ ഇ പി എസ് ഗ്രോത്ത് ട്രെയിലിംഗ് 12 months എടുക്കാമെങ്കിൽ അഡാനി എന്റർപ്രൈസസ് 126% അഡാനി എന്റർപ്രൈസ് നിഫ്റ്റി കമ്പനി മാത്രം പറയുന്നത്, ഞാനിപ്പോൾ പറയുന്നത് നിഫ്റ്റി കമ്പനി 126% റിട്ടേൺ തന്ന ഒരു കമ്പനിയാണ് അഡാനി എന്റർപ്രൈസസ്. നിങ്ങൾക്ക് വേറെ ഏത് കമ്പനിയാണ് നിഫ്റ്റിയിൽ ഇത്ര റിട്ടേൺ തന്നിട്ടുള്ളത്? പിന്നെ വന്നത് ടാറ്റ മോട്ടോഴ്സ് 117%, ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്ത ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കമ്പനി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രെൻഡാണ്. ട്രെൻഡ് നല്ല 187% ഹയസ്റ്റ് റിട്ടേൺ നിഫ്റ്റിയിൽ കൊടുത്തൊരു കമ്പനി ട്രെൻഡാണ്. പിന്നെ വരുന്നത് ആക്സിസ് ബാങ്ക്. റിലയൻസ് ഒക്കെ വെച്ചാൽ എൻ്റെ പറ്റി നെഗറ്റീവ് ഗ്രോത്താണ് കൊടുത്തത്. റിലയൻസ് ഒക്കെ എല്ലാവരും റിലയൻസിനെ കുറിച്ച് പറയുന്നെങ്കിലും ഭാരതി ഒരു 60% നിഫ്റ്റി റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആക്സിസ് ബാങ്ക് 113% EPS റിട്ടേൺ കൊടുത്തൊരു കമ്പനിയാണ് ആക്സിസ് ബാങ്ക്. പിന്നെയുള്ള കമ്പനികൾ പറയാൻ അത്രയൊന്നുമില്ല. പിന്നെ ചെയ്യുന്ന അപ്പോളോ ഹോസ്പിറ്റൽ ഒരു 60-69% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ നിഫ്റ്റിയിൽ വലിയൊരു കോൺട്രിബ്യൂട്ട് ചെയ്ത കമ്പനി അഡാനി പോർട്ടും ഓൾമോസ്റ്റ് 54% നിഫ്റ്റി റിട്ടേൺ കൊടുത്ത കമ്പനിയാണ്. സോ അഡാനിൻ്റെ എല്ലാ സ്റ്റോക്സിലും ഇ പി എസ് ഗ്രോത്ത് വളരെ അധികമുള്ള ഒരു കമ്പനിയായിട്ട് ഞാൻ കാണുന്നത് അഡാനിൻ്റെ. സോ അതുകൊണ്ട് തന്നെ അഡാനിൻ്റെ ഗ്രൂപ്പ്സുള്ള സ്റ്റോക്സ് കുറേ സമയത്ത് അത് നിഫ്റ്റിയിലും വലിയൊരു മാറ്റം കാണിക്കും. അതാണ് ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ദിവസം, ഇന്നലെ ഇപ്പം ഈ നിങ്ങളെല്ലാം ന്യൂസെല്ലാം കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മളെ ഇന്ത്യയിലുള്ള ഈ വലിയ വലിയ ലോയേഴ്സൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞതും ആൻഡ് ദേ ആർ ഗോയിങ് ടു ഫൈറ്റ് ദിസ് കേസ് ഇൻ ദ കോർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിവേ അത് യൂസ്വലി ചെയ്യേണ്ട ഒരു കേസാണ്, ഇന്ത്യയിലുള്ള കേസല്ല. അതിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഈ മീഡിയയിൽ സ്പെക്കുലേറ്റ് ചെയ്യുന്ന പോലെ അലാറം വന്നിട്ട് പറയുന്ന പോലെ എന്തെങ്കിലും സ്പെക്കുലേറ്റ് ചെയ്യുന്ന അർത്ഥമില്ലല്ലോ. സോ വി ഹാവ് ടു നമുക്കത് കോൺടാക്റ്റിൻ്റെ അതിൻ്റെ ഒരു എവിഡൻസ് ഇതിപ്പോൾ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ബ്രൈബ് കൊടുത്തു, വേർ ഇസ് എവിഡൻസ് ഫോർ? ആരെങ്കിലും ബ്രൈബ് കൊടുക്കുന്നതിൻ്റെ എവിഡൻസ്? സോ ഇതൊക്കെ നമുക്ക് ആലോചിക്കാനുള്ള കാര്യമാണ്. സോ എനിവേ ഐ വിൽ കം ബാക്ക് ടു മാർക്കറ്റ് അഗെയിൻ. കാരണം മാർക്കറ്റിൽ ഇന്നിപ്പം ഇന്ന് ഒരുവിധ എല്ലാ സ്റ്റോക്സ് മാർക്കറ്റിൽ ഇന്ന് ഡൗൺ ആണ്. ഇൻഫോസിസ് IT സ്റ്റോക്സ് കംപ്ലീറ്റ് ചെയ്ത് ഡൗൺ ആണ്. കാരണം ഇൻഫോസിസ് നോക്കാൻ 1969, ടെക് മഹീന്ദ്ര 1710 ചെയ്യുന്നത്, SCL 1850. പക്ഷേ ഇതൊന്നും കുറഞ്ഞെന്ന് പറയാനില്ല. ഇൻഫോസിസ് ഇപ്പോൾ 1800 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് മൂവ് ചെയ്തൊരു സ്റ്റോക്ക് HDFC ബാങ്കാണ്. HDFC ബാങ്ക് ഏകദേശം ഞാൻ പറയുന്നത് വെച്ചാൽ 1847 വരെ ഇന്ന് ഫ്യൂച്ചർ പ്രൈസ് പോയിരുന്നു. ഇപ്പോഴത് ഓൾമോസ്റ്റ് ചെയ്യുന്നത് 1840 റുപ്യ. അവിടെ തന്നെ ആ സെല്ല് വന്നിരുന്നു HDFC ബാങ്ക്. സോ HDFC ബാങ്ക് നന്നായിട്ട് മൂവ് ചെയ്തിരുന്നു കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട്. HDFC ബാങ്കിന്റെ മൂവ് കണ്ടെങ്കിൽ അറിയായിരിക്കും. സോ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം നിഫ്റ്റി സ്റ്റോക്കിൽ ഉള്ള ഇന്നിപ്പോൾ BSE സെൻസെക്സ് സ്റ്റോക്സിൽ പറയുകയെന്ന് വെച്ചാൽ എക്സെപ്റ്റ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് മാത്രമേ ഗ്രീനിൽ കാണുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്റ്റോക്സും റെഡിയാണ്. പൊതുവെ ഇന്ന് മാർക്കറ്റ് എക്സ്പയർ ചെയ്യാനുണ്ട്. നമുക്ക് നാളെ തൊട്ട് അതിൻ്റെ ട്രേഡിങ്ങെല്ലാം ഇപ്പം നാളെ തൊട്ട് ചെയ്യുന്നില്ല. കാരണം ഇന്ന് പ്രൈസിലും വ്യത്യാസമുണ്ടാവും. നാളത്തെ ഇന്നത്തെ ഫ്യൂച്ചർ പ്രൈസ് നിങ്ങൾ ട്രേഡേഴ്സിന് അറിയായിരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ. സോ അതുകൊണ്ട് ഇന്ന് പൊതുവെ ട്രേഡിങ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. അതാണ് വേറൊരു കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം വെച്ചാൽ നമ്മളെ വിചാരിക്കും നമ്മളെ കൺട്രി പിന്നെ ഈ റിച്ച് കൺട്രി എല്ലാകളിൽ മാത്രമേ ഈ ക്ലീൻ എനർജിയും ഇതൊക്കെ പ്രാക്ടിക്കലായി നടക്കുന്നു. പക്ഷേ ഇന്ത്യയെ പോലുള്ള കൺട്രി മെനി പീപ്പിൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ പണ്ട് ആരോ നമ്മളെ കേരളത്തിലെ MP അയാളൊരു ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. കാരണം അയാൾ പറയുന്നത് വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യനെ കൊള്ളയടിച്ചിട്ടാണ് ഇതിലെ രാജ്യത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ റിച്ചായത്. ഇന്ത്യൻ്റെ കൊള്ളയടിച്ചിട്ടാണ് ഇവിടുന്ന് പൈസ കൊണ്ടുപോയിട്ടാണ് അവരൊക്കെ റിച്ചായത്. പക്ഷെ അതൊക്കെ എനിക്ക് അത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ നിന്ന് കൊള്ളയടിച്ചതെന്ന് വെച്ചാൽ ആകെ ഇന്ത്യയിലുള്ള കോഫിയും തേയിലയും ഇങ്ങനെയുള്ള. പക്ഷേ ഒരു രാജ്യം എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ചാൽ ഇത് റിച്ച് ഗോട്ട് റിച്ചർ ബിക്കോസ് പുവർ ഹാവ് ഗോട്ടൺ പുവർ. ഈ പാവപ്പെട്ട കൂട്ടർ ചൂഷണം ചെയ്തിട്ടാണ് പൈസക്കാർ പൈസ ഉണ്ടാക്കുന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. കാരണം പല ആൾക്കാരും വിചാരിച്ച് ഈ യൂറോപ്പും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലത്തെ കൺട്രികൾ അവരെ മിലിറ്ററി ഫോഴ്സും പൊളിറ്റിക്കൽ സ്ട്രെങ്ത്തും ഉപയോഗിച്ചിട്ട് ഒരു കൊളോണൈസേഷൻ ഉണ്ടാക്കിയിട്ട് ഇത് എക്സ്ട്രാക്ട് വെൽത്ത് ഫ്രം ദ പുവർ കൺട്രീസ്
ആൻഡ് ദേ ഗ്രോ റിച്ചർ ആൻഡ് റിച്ചർ. പക്ഷേ അങ്ങനെയാണോ സംഭവിക്കുന്നത്? അങ്ങനെയല്ല ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കൺട്രികളൊക്കെ ടെക്നോളജികളിൽ വളരെ അഡ്വാൻസ് ആയിരുന്നു. ടെക്നോളജി ആസ് ദ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ ലോങ് ടേം ഇൻക്രീസ് ഇൻ ദ ഇൻകം ഇൻ ദ റിച്ച് വേൾഡ് എന്നാണ്. സോ നോട്ട് ദ എക്സ്പ്ലോയിറ്റിംഗ് ദ പുവർ പീപ്പിൾ. നിങ്ങൾ നോക്കിക്കോ, അമേരിക്കേൻ്റെ അമേരിക്കയ്ക്ക് എന്താ ഉള്ളത്? അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയുള്ള രാജ്യം. ഒരു കാലത്ത് ജപ്പാൻ്റെ ഗ്രോത്ത്, ജപ്പാനും ലോകത്തിൽ ടെക്നോളജി ഇല്ലാതെ ഗ്രോ ചെയ്തേക്കാം. അവരുടെ കാർ ടെക്നോളജി നമുക്കറിയാം, ഇലക്ട്രോണിക്സ് ടെക്നോളജി, അവരെ ഈ എന്താ പറയുക മ്യൂസിക്കൽ സിസ്റ്റംസ്, ടെലിവിഷൻ, സോണി ടി വിയും ഇതുപോലുള്ള പല ഈ നമ്മളെ കാസറ്റ്സ് ഉണ്ടാക്കുന്നതും വീഡിയോ കാസറ്റ്സ് ഉണ്ടാക്കുന്നതൊക്കെ ജപ്പാൻ്റെ ടെക്നോളജി വളരെ മുന്നിലായിരുന്നു. അങ്ങനെയാണ് ജപ്പാൻ ഒരു കാലത്ത് വലിയൊരു റിച്ച് കൺട്രിയായി മാറിയത്. അത് ജപ്പാനിൽ എന്ത് റിസോഴ്സസ് ഉള്ളൂ? ഒരു റിസോഴ്സും ഇല്ലാത്ത രാജ്യമാണ് ജപ്പാൻ. അതുപോലെ സൗത്ത് കൊറിയ എടുക്കുക. സൗത്ത് കൊറിയയും ഈ സെമി കണ്ടക്ടർ ഇതുപോലത്തെ തായ്വാൻ ഇതുപോലത്തെ കൺട്രികളൊക്കെ ടെക്നോളജിയിലാണ് പൈസ ഉണ്ടാക്കുക. ഇതൊന്നും കൊളോണൈസേഷൻ ചെയ്ത് മറ്റേ ആളെ വന്ന് കൊള്ളയടിച്ച് ഉണ്ടായിട്ടല്ല ശരിക്കും. ഉണ്ടായിരിക്കാം കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് ഈ ഉള്ള രാജ്യങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഈ ബ്രിട്ടീഷുകാരനെ നോക്കി ഇന്ത്യയിലെ ലോക്കോമോട്ടീവ്സ്, സ്റ്റീം എഞ്ചിന്, പിന്നെ പുതിയ നമ്മളെ ഈ വീവിങ് സിസ്റ്റംസ്, ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് കുറേ ആ സമയത്തുണ്ടായിരുന്ന മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, ഇങ്ങനെയുള്ള കുറേ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ, പോർട്സ്. ഇന്ന് നിങ്ങൾക്ക് വീട്ടിൽ വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷൻ, ഇപ്പോൾ എൻ്റെ പേര് ഛത്രപതി ശിവാജി എന്നായിരുന്നു. സോ അങ്ങനെയുള്ള സ്റ്റേഷൻസ് കണ്ടാൽ മനസ്സിലാവും അന്നത്തുള്ള അവരുടെ വിഷനും അവരുടെ ആർക്കിടെക്ചറും. എത്ര ബോംബെ സിറ്റീനെ എത്ര നന്നായിട്ടാണ്, സൗത്ത് ബോംബെ ഞാൻ പറയുന്നത്, ഇപ്പോൾ ബോംബെ അല്ല, അതൊക്കെ എത്ര നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നോക്കി, ഇപ്പോൾ സിറ്റി ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ എങ്ങനത്തെ സിറ്റി ഉണ്ടാക്കുന്നത്? ഒരു ആർക്കിടെക്ചർ ഇല്ല, ഒരു പാർക്കിംഗ് സ്പേസ് പോലും ഇല്ലാത്ത ഒരു ടൗൺസാണ് നമുക്കുള്ളത്. എനിവേ അത് പറയണമെങ്കിൽ കുറേ സമയമെടുക്കും. ഞാൻ പറഞ്ഞത് വെച്ചാൽ ദിസ് ഗെയിം എവറി നേഷൻ ക്യാൻ വിൻ. ഇപ്പോൾ നമുക്ക് ചൈനയിൽ തന്നെ, ചൈന ഒരു കാലത്ത് ഭയങ്കര ടെക്നോളജിയിൽ ഭയങ്കര സൂപ്പർ പവർ ആയിരുന്നു. കാരണം ചൈന ആയിരുന്നു ലോകത്തിലെ ഈ കോമ്പസ് കണ്ടുപിടിച്ചത് കൺട്രി. കോമ്പസ് ആദ്യം ചൈനക്ക് മാത്രമേ അറിയാമായിരുന്നു. അതുപോലെ ഗൺ പൗഡർ കണ്ടുപിടിച്ച ചൈനയാണ്, പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ച ചൈന. ഇങ്ങനെ ചൈനയുടെ ഇന്നോവേഷൻ കുറേ ഉണ്ട്. അതിനുശേഷം ഈ യൂറോപ്യൻസ് ഏഷ്യ കോൺകർ ചെയ്ത സമയത്താണ് യൂറോപ്യൻസ് കുറേയൊക്കെ ചൈനയുടെ ഇടയ്ക്ക് മനസ്സിലാക്കിയത്. പക്ഷേ ചൈനയ്ക്ക് പറ്റിയെന്ന് വെച്ചാൽ, ചൈന അന്ന് ആഡം സ്മിത്ത് എന്ന് പറഞ്ഞു, ചൈന അന്ന് വളരെ ഒരു കൺസർവേറ്റീവ് നേഷനായിരുന്നു. ദേ വർ റിച്ച് കൺട്രി ബട്ട് ദേ വർ സ്റ്റാറ്റിക്. ദേ നെവർ ഡു trade with other countries, and China's dynamism drained by its war on. സോ അതുകൊണ്ട് അവർ അങ്ങനെ ഒരു പുതിയ പുറത്തിറങ്ങിയിട്ട് ഒരു മറ്റുള്ള കൺട്രിയിൽ പോയിട്ട് ബിസിനസ് ബ്രിട്ടീഷുകാരെ പോലെ കൊളൈസ് ചെയ്യാനോ അല്ല അതുപോലത്തെ ബിസിനസ് ചെയ്യാൻ ചൈനക്കാർ ശ്രമിച്ചില്ല. പക്ഷേ ചൈനയിൽ അന്ന് ടെക്നോളജി ഉണ്ടായിരുന്നു. സോ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ ഈ ടെക്നോളജിയാണ് ഒരു രാജ്യത്തെ എക്കണോമിക് ഗ്രോത്ത് എഞ്ചിൻ. സോ ഇന്ത്യയെ പോലുള്ള കൺട്രി ഇതുപോലെ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ജോബ്സും ഫ്യൂച്ചർ പ്രോസ്പെറസ് കൺട്രിക്ക് ആകാൻ പറ്റും. എനിവേ ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് ചെയ്യാൻ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇന്ന് മാർക്കറ്റ് ഇനി ഒരു റിവേഴ്സ് ഉണ്ടാവുന്നുള്ള കാര്യം. നാളെ തൊട്ട് നമുക്ക് പുതിയ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസംബർ. സോ ഡിസംബർ ഇയർ എൻഡ് ആണ്. സോ എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് ആർക്കും അറിയില്ല. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ശേഷം കാണാം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. കൈൻഡ്ലി ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.